നമസ്തേ, ഞാൻ ഡോക്ടർ SP മൂസത്. ഞാൻ പലപ്പോഴും ഇങ്ങനെ കാണാറുണ്ട്, പല വീടുകളിലും ചെല്ലുമ്പം കുട്ടികൾ ഇപ്പം 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ കയ്യിൽ സാധാരണ ഒരു കളിപ്പാട്ട ഫോൺ ഉണ്ടാവും. നമ്മൾ ഈ അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ നമ്മൾ പെരുന്നാളിനോ ഉത്സവത്തിനോ ഒക്കെ പോകുമ്പോൾ കിട്ടുന്ന ഫോൺ. ആ കുട്ടി അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കും. വേറെ ദോഷമൊന്നുമില്ല, അവർ ഫോൺ ചെയ്യുന്നതൊക്കെ കാണാം, വെൽ ആൻഡ് ഗുഡ്. കുറച്ചൊരു ഏജ് കൂടിയ ഒരു കുട്ടിയാണെങ്കിൽ ഒരു 6 വയസ്സ് 7 വയസ്സൊക്കെ, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ 6 വയസ്സൊന്നും ആവണ്ട, 4 വയസ്സും 5 വയസ്സുള്ള കുട്ടിക്ക് വരെ കേടായ ഫോൺ. ഇപ്പോൾ നമ്മൾ എല്ലാ വീട്ടിലും മിനിമം ഒരു 3-4 ഫോണെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കേടായതുണ്ടാവാം, ചിലപ്പോൾ സ്ക്രീൻ പൊട്ടിയതാവാം, ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഫോണാവാം. ഇങ്ങനെയുള്ള ഫോണുകൾ കുട്ടിക്ക് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം പേരൻസിനോട് ചോദിക്കുമ്പോൾ അവർ പറയണത്, ഇല്ല ഡോക്ടർ, അത് കേടായ ഫോണാണ്, പ്രയോജനമൊന്നുമില്ല അതുകൊണ്ട്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്ക് നഷ്ടമുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ പ്രിഫറൻസ്. അപ്പം അതും നമുക്ക് പ്രശ്നമില്ലയെന്ന് വെക്കാം. അടുത്തൊരു സ്റ്റേജിലേക്ക് എത്തുമ്പം കുട്ടിക്ക് കേടായ ഫോൺ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും, ഞാൻ റീസെൻ്റ്ലി ഒരു വീട്ടിൽ ചെന്നപ്പോൾ കണ്ടാണ്, ആ കുട്ടിക്ക് കേടായ ഫോൺ കൊടുത്തു, അവൻ അതെടുത്ത് ഒരൊറ്റ എറിഞ്ഞു. കാരണം അവൻ പറയുന്നത് അത് കേടായ ഫോൺ, എനിക്ക് കേടായ ഫോൺ വേണ്ടെന്നാണ് പറയുന്നത്. അപ്പം ആ കുട്ടിക്ക് ആ ഒരു ഇമേജ് ഉണ്ട്, ഇത് കേടായ ഫോണാണ്, എനിക്ക് വേണ്ടത് കേടായതല്ല. ഇപ്പം നമുക്കറിയാം, ഒരു 8 വയസ്സുള്ളൊരു കുട്ടിക്ക് നമ്മൾ അമ്പലപ്പറമ്പിലെ കളിപ്പാട്ട ഫോൺ കൊടുത്താൽ എന്തായിരിക്കും അവൻ പറയുക? അയ്യേ, ഇത് ഫോണല്ല എന്ന് പറയും. ഇതുപോലെ തന്നെയാണ് ഓരോ സ്റ്റെപ്പ് എത്തുമ്പോഴും ആ കുട്ടിയുടെ നീഡ്. അപ്പം ഈ തുടക്കം മുതലേ നമ്മൾ ഈ വീട്ടിലിരിക്കുന്ന കേടായ ഫോൺ കൊടുത്ത് അത് കയ്യിൽ പിടിച്ച് ഒരു സ്ക്രിപ്റ്റ് മൈൻഡിലുള്ള ഒരു കുട്ടിയാണ് എങ്കിൽ തീർച്ചയായിട്ടും 10 വയസ്സാവുമ്പോഴേ അവൻ ഐഫോൺ ചോദിച്ചു തുടങ്ങും. ഇത് ഞാൻ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലൊരു കുട്ടിയെ കൊണ്ട് വന്നു, 16 വയസ്സോ മറ്റോ ആണ്. അമ്മ സ്കൂൾ ടീച്ചറാണ്. അവൻ ആദ്യമായിട്ട് കാണാനായിട്ട് വരുമ്പോൾ അവൻ്റെ പേരൻ്റ് പറഞ്ഞത്, ഡോക്ടറെ കാണിക്കാനായിട്ട് കൊണ്ടുവരാൻ അവൻ സമ്മതിച്ചത് തന്നെ അവന് സാംസങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള S25 26 അൾട്രാ ഫോൺ അത് മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ കാണാൻ വന്നത് തന്നെ. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കണം. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ചോദിച്ച് എന്നപ്പോൾ ആ പേരൻ്റ് പറഞ്ഞത്, അവന് ആഗ്രഹം ഉണ്ടായിരുന്നതൊക്കെ ഞങ്ങൾ സാധിച്ചു കൊടുത്തു, ഞങ്ങളെക്കൊണ്ട് ഇതിൽ കൂടുതൽ എന്താ ചെയ്യാൻ പറ്റുക ഡോക്ടറെ? മലയാളീസ് തന്നെയാണ്. അപ്പോൾ ആ അമ്മ കരയാണ്, കാരണം ഇതുവരെ അവന് വേണ്ടതൊക്കെ ഞങ്ങൾ സാധിച്ചു കൊടുത്തു, പക്ഷെ ഇപ്പം അവൻ്റെ ആഗ്രഹങ്ങൾ ഞങ്ങളുടെ പൊക്കിൽ ഒതുങ്ങുന്നതിനും അപ്പുറത്തേക്കായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അമ്മ എവിടെയാണോ ഒരു കൗൺസിലിംഗ് ഉള്ളത്, എങ്ങനെ എൻ്റെ മോനെ മാറ്റാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയിൽ അവർ ലിറ്ററലി കരയുകയായിരുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ കുട്ടിയുടെ ഒരു സ്ക്രിപ്റ്റിങ് എന്തായിട്ടാണ് നമ്മൾ വളർത്തിയത്. നമുക്കൊരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് താങ്ങാതെ ഇരുന്നപ്പോഴാണ് സത്യത്തിൽ നമ്മൾ അലേർട്ടായത് ഇവൻ എന്തോ കുഴപ്പമുണ്ടെന്നുള്ളത്. നമ്മുടെ മെയ്യിൽ കൊള്ളുന്നത് വരെ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. അതായത് അവൻ ഇത് കൊടുക്കുന്നത് വഴി എന്താണ് അവൻ്റെ ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക, അവനൊരു ഫോണില്ലാതെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് വലുതാവുമ്പോഴും അവൻ്റെ ആഗ്രഹങ്ങൾ കൂടും. അത് കൂടിയാൽ നമുക്ക് താങ്ങില്ല എന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഒരു ഷോർട്ട് ടേം ഹാപ്പിനെസ്സിൽ നമ്മൾ പോവില്ല. അതേസമയം കുട്ടിക്ക് കുറച്ചുകൂടെ എന്താ പറയുക, ഔട്ട്ഡോർ ആയിട്ടുള്ള കാര്യങ്ങൾ, കളിക്കാനായിട്ടുള്ളത് മേടിച്ചു കൊടുക്കാം. ഇങ്ങനെ മറ്റ് പല കാര്യങ്ങൾക്കും നമുക്ക് അവനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കൊന്ന് കൊടുത്തു, ഇത് കഴിയുമ്പോഴത്തേക്കും അവനത് അഡിക്ഷൻ ആയി എന്ന് തോന്നിയാൽ നമ്മൾ വിഡ്രോ ചെയ്യാനായിട്ടും കൂടെ ഒന്ന് ശ്രമിക്കണം. ഇങ്ങനെ നമ്മൾ നോക്കിയില്ല എങ്കിൽ ഈവൻ കളിപ്പാട്ട ഫോൺ ആയിക്കോട്ടെ, അതുപോലെ തന്നെയാണ് തോക്കിൻ്റെ അവസ്ഥ. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ പലപ്പോഴും കളിത്തോക്ക് കാണിച്ച് നമ്മളെങ്ങനെ ഇപ്പം ഞാൻ വെടിവെക്കുമെന്ന് പറയും, പക്ഷേ ഇത് മനസ്സിനുണ്ടാക്കുന്ന ഒരു വിഗർ, അല്ലെങ്കിൽ ആ ഒരു വാശി, മറ്റുള്ളവനെ വെടിവെക്കണം എന്നുള്ള ത്വര, ഇത് കൂട്ടുകയാണ് ചെയ്യുക. അപ്പോൾ കഴിയുന്നത്ര നമ്മൾ കളിപ്പാട്ട ഫോണോ അല്ലെങ്കിൽ പൊട്ടിയ ഫോണോ കൊടുത്തതുകൊണ്ട് ദോഷമില്ല. പക്ഷേ എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത് ആ കുട്ടി ആ ഫോണില്ലാതെ അവൻ ഉറങ്ങില്ല, ഫോണില്ലാതെ അവൻ ആഹാരം കഴിക്കില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് തോന്നിയാൽ പതുക്കെ നിങ്ങൾ ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചില്ല എങ്കിൽ ഭാവിയിൽ ദോഷം ചെയ്യും. നമസ്തേ.